സ്വർലോകനാടൻ്റെ നിത്യനാടാം ലോകം എന്നു ഞാൻ കാണുമാ നിത്യത. ഹായൻ പ്രേമമേ ഹാമേ ലോകമേ, ഹായൻ പ്രേമമേ ഹാമേ ലോകമേ എന്നു ഞാൻ കാണുമാ നിത്യത, എന്നു ഞാൻ കാണുമാ നിത്യത. പ്രൈസ് ദി ലോർഡ്. ഗ്രേസ് മിനിസ്ട്രീസിൻ്റെ സ്വാതന്ത്ര്യ സന്ദേശം എന്ന ഞങ്ങളുടെ ടി വിയിലെ പ്രോഗ്രാമിലേക്ക് സഹൃദരായ എൻ്റെ എല്ലാ ശ്രോതാക്കളെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ വന്ദനം നിങ്ങളെ അറിയിക്കുന്നു. നിങ്ങളെ ഒന്ന് രണ്ട് കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുവാനും ചുമതലപ്പെടുത്തുവാനും വിചാരിക്കുകയാണ്. അത് ദൈവസ്നേഹത്തിലുമാണ്. നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യണം, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം. വാട്സാപ്പ് നമ്പർ എനിക്ക് നിങ്ങളുടെ പേര് ചേർത്ത് അയച്ചു തന്നാൽ നിങ്ങൾക്കത് ലിങ്ക് തരാം. നിങ്ങൾക്കത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കാം വാട്സാപ്പ് വഴി. ഞങ്ങളെ പ്രാർത്ഥനയിൽ സഹായിക്കണം. നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ഞങ്ങളെ ഈ പ്രോഗ്രാമിലേക്ക് ഇതിൻ്റെ ചെലവിന് വേണ്ടി സഹായിക്കാമോ ആ രീതിയിലൊക്കെ നിങ്ങൾക്ക് സഹായിക്കാം, പ്രാപ്തി പോലെ. കഴിഞ്ഞ 8 വർഷം പൂർത്തിയാക്കുവാൻ നിങ്ങളും നിങ്ങളെപ്പോലുള്ള മറ്റനേകരും സഹകരിച്ചതുകൊണ്ട് മുടക്കം കൂടാതെ സാധ്യമായി. എന്ന് പറഞ്ഞാൽ $480 എപ്പിസോഡുകൾ പുത്തനായിട്ട് ലോകത്തെ കേൾപ്പിച്ചു, അല്ലെങ്കിൽ മലയാള ജനത്തെ കേൾപ്പിച്ചു. അതിലൊക്കെ മുന്നോട്ട് പോകാൻ ദൈവം നിങ്ങളെ തന്നെ നമ്മെ സഹായിച്ചു. ഈ 9ാമത്തെ വർഷത്തിലും മുന്നോട്ട് പോകാൻ നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും അത്യന്താപേക്ഷിതമായി ആവശ്യമാണെന്ന് പറഞ്ഞും അത് ചോദിച്ചുകൊണ്ടും അപേക്ഷിച്ചുകൊണ്ടും നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. ഇന്നത്തെ നമ്മുടെ വിഷയം ലളിതമായൊരു വിഷയമാണ്. മറ്റതെല്ലാം കുറച്ചും കൂടി കട്ടിയും ആഴവുമുള്ളതായിരുന്നു. ലളിതമായ വിഷയത്തിൽ കാരണം എൻ്റെ മനസ്സിൻ്റെ നീറ്റൽ എൻ്റെ പുറകിലുണ്ട്. അതുകൂടാതെ പുസ്തകത്തിൽ ചില പരാതികൾ കാണാം. ആ ഒരു പരാതി നിങ്ങളുടെ മുമ്പിൽ ചൂണ്ടിക്കാണിക്കാനാണ്. പുസ്തകത്തിൽ എന്ന് പറഞ്ഞ ബൈബിളിലെ പരാതി റോമാലേഖനം 1-ാം അധ്യായം 25-ാം വാക്യം. റോമാലേഖനം 1:25. ദൈവത്തിന്റെ സത്യം അവർ വ്യാജമാക്കി മാറ്റിക്കളഞ്ഞു. സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ച് ആരാധിച്ചു. അവൻ എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. ഇതാണ് പരാതി. അവിടെ 2 കാര്യം പറയുന്നുണ്ട്. ഒന്ന്, ദൈവത്തിന്റെ സത്യത്തെ അവർ വ്യാജമാക്കി മാറ്റിക്കളഞ്ഞു. എന്തുകൊണ്ട്? എങ്ങനെ വന്നു? സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ച് ആരാധിക്കുന്നു. അപ്പം നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയത്തിന് തലക്കെട്ട് സൃഷ്ടാവിനേക്കാൾ സൃഷ്ടിയെ ആരാധിക്കുന്നു. അരുത്. അതിൻ്റെ 26-ാമത്തെ വാക്യത്തിൻ്റെ ആദ്യ ഭാഗം നോക്കിയാൽ, ഞാനത് വായിച്ച് പറയുന്നില്ല, അത് ആ വാക്കൊന്ന് കിട്ടുവാണെങ്കിൽ വായിക്കാം. 26-ാം വാക്യം. അതുകൊണ്ട് ദൈവം അവരെ അവമാന രാഗങ്ങളിൽ ഏൽപ്പിച്ചു. അതുകൊണ്ട് ദൈവം അവരെ കൈവിട്ടു. ചുരുക്കം അത്രേ ഉള്ളൂ. നിങ്ങൾക്കെല്ലാം എൻ്റെ കൂപ്പുകൈ. ദൈവം കൈവിട്ടു. എന്തുകൊണ്ട്? സൃഷ്ടാവിനെ ആരാധിക്കുന്നതിനേക്കാൾ സൃഷ്ടിയെ ആരാധിച്ചു. അതിൻ്റെ മുൻ വാക്യങ്ങളില്ല സൃഷ്ടിയെ ആരാധിച്ചു ആരൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ഓരോന്നായി പറയുന്നില്ല, നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. അഥവാ അത് എൻ്റെ ഈ വിഷയത്തിലധികം ബലമുള്ളതല്ല. നമുക്ക് സൃഷ്ടിയെ ആരാധിക്കുന്നതിൽ നിന്ന് സൃഷ്ടാവിനെ ആരാധിക്കുന്നതിലേക്ക് മടങ്ങി വരാം. ഈ ആരാധന നിമിത്തം പാപത്തിൻ്റെയും ശാപത്തിൻ്റെയും ഉറവ വീട്ടിൽ തുറക്കുന്നു.
സ്വന്തം ജീവിതത്തിലും ഹൃദയത്തിലും തുറക്കുന്നു. എന്ത് മണ്ടത്തരായം പറയുന്നതല്ലേ, നമ്മുടെ കണ്ണിന് കാണാൻ പറ്റുന്നതല്ല അത്. ആ വിഷയം സാത്താന്യമാണ്. സാത്താന്യമായ ശക്തി നമ്മുടെ വീട്ടിൽ പാപം സമം ശാപം, പാപത്തിൻ്റെയും ശാപത്തിൻ്റെയും ഉറവ തുറന്ന് നമ്മെയും കുടുംബത്തെയും താറുമാറാക്കി വലയ്ക്കുന്നു. ഛിദ്രബുദ്ധി, കഠിനമായ രോഗങ്ങൾ മാറി മാറി, അപകടങ്ങൾ, ഭിന്നതകൾ, ആത്മഹത്യ, അതിൻ്റെ പട്ടിക നീളുകയാണ്. ഞാനത് ഓരോന്നായി വിശദീകരിക്കാൻ മുതിരുന്നില്ല, അതെൻ്റെ വിഷയമല്ല. ആരാധന എന്നുള്ളത് മനുഷ്യ ഹൃദയത്തിലെ ദൈവം വെച്ചിരിക്കുന്ന ഒരു നന്മയുടെ അടയാളമാണ്, മറക്കണ്ട. ഒരിക്കൽ സാത്താൻ യേശുവിനെ പരീക്ഷിച്ചു. ഞാൻ ആ പരീക്ഷ ഒന്ന് പറയാം നിങ്ങളോട്. യേശുവിനെ പരീക്ഷിച്ചു. യേശു 30-ാമത്തെ വയസ്സ് സ്നാനപ്പെട്ടു. സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ ദൈവാത്മാവിൻ്റെ നിറവിൽ യേശുവിന് ഉപവസിക്കണമെന്ന് പ്രേരണയുണ്ടായി. യേശു 40 നാൾ ഉപവസിച്ചു. ഉപവസിച്ച് കഴിഞ്ഞപ്പോൾ ക്ഷീണവും വിശപ്പും ശാരീരിക തളർച്ചയൊക്കെ ഉണ്ടായി. ആ സമയത്ത് സാത്താൻ അടുത്ത് വന്നു. ഇപ്പോഴാണ് ഇവനെ പിടിക്കാൻ സൗകര്യം, ഇപ്പോഴാണ് യേശു തളർന്നിരിക്കുന്നത്. അതുകൊണ്ട് അവനോട് പറയാം, ചില പരീക്ഷകളൊക്കെ പറയാം, കല്ല് അപ്പമായി തീരാൻ പറയാം. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ യേശു പറഞ്ഞു, മനുഷ്യർ അപ്പം മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വചനം കൊണ്ടും കൂടെ ജീവിക്കാൻ കഴിയുന്നവരാണ് അവർ. അത് ഭക്തന്മാർക്കുള്ള നന്മയാണ്, അനുഗ്രഹമാണ്. അതിൽ മറ്റൊരു പരീക്ഷ മത്തായി എഴുതിയ സുവിശേഷം 4:10-11 വായിച്ചാൽ കാണാം. യേശു അവനോട്, സാത്താനെ, എന്നെ വിട്ടുപോ. നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ദൈവത്തെ എന്ന് പറഞ്ഞു. ആരാധിക്കാം, പക്ഷെ ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ. ലൂക്കോസിന്റെ 4:6-7. ഈ അധികാരമൊക്കെയും അതിന്റെ മഹത്വവും നിനക്ക് തരാം. അത് എങ്കൽ ഏൽപ്പിച്ചിരിക്കുന്നു. എനിക്ക് മനസ്സുള്ളവന് ഞാൻ കൊടുക്കുന്നു. നീ എന്നെ നമസ്കരിച്ചാൽ അതെല്ലാം നിന്റേതാകും എന്ന് അവനോട് പറഞ്ഞു. അടുത്തത് യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അപ്പം പണ്ടേ മുതലുള്ള ദൈവിക പ്ലാനിംഗ് ആണ്, പദ്ധതിയാണ്, നിയോഗമാണ്, നിയമനമാണ് ദൈവത്തെ ആരാധിക്കണം. ദൈവം ആരാധനാ കൊതിയനെന്ന് പറയരുത്. ഞാനങ്ങനെ പറയില്ല, എനിക്കിഷ്ടമില്ല. ദൈവവും ഞാനുമായിട്ടുള്ള ബന്ധത്തിന് ഉള്ള ഒരു 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 ഉപാധി അല്ലെങ്കിൽ ഒരു ചാൻസാണത്, സൗകര്യമാണത്. നിങ്ങൾ തമ്മിലുള്ള ബന്ധം ഓർക്കാതെയും അറിയാതെയും പറയാതെയും ദൂരത്ത് മാറി നിൽക്കുമ്പോൾ കാലക്രമേണ അതൊക്കെ അസ്തമിച്ചു പോകും. എന്നാൽ ആരാധിക്കുന്നത് കൊണ്ട്, വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നത് കൊണ്ട്, വിശ്വസിക്കുന്നതെന്ന് ഏറ്റുപറയുന്നത് കൊണ്ട് ആ ബന്ധം സുരക്ഷിതമായി വളർന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ ആരാധന ദ്വര ഉണ്ടായത്. പോട്ടെ. അപ്പോൾ ഇവിടെ സാത്താൻ പറഞ്ഞു, എന്നെ ആരാധിച്ചതൊക്കെ നിനക്ക് തരാം. അതെങ്ങനെ ഏൽപ്പിച്ചിരിക്കുന്നു? സത്യമാണോ അത്? സാധ്യമാകുന്നതാണോ അത്? അല്ല, രണ്ടുമല്ല. ഒന്ന്, എങ്ങനെ ഏൽപ്പിച്ചിരിക്കുന്നു. രണ്ട്, നിനക്ക് തരാം. നടക്കുന്ന കാര്യമാണോ? അല്ല. ഇതെവിടെ തുടങ്ങി? ഏദൻ തോട്ടത്തിൽ തുടങ്ങി. ആദ്യ മനുഷ്യനെ ദൈവം ആക്കി വെച്ച സ്ഥലമാണ് ഏദൻ തോട്ടം. ആ തോട്ടത്തിൽ അവനും അവൻ്റെ ഭാര്യയും ഉല്ലാസമായിട്ട് ദൈവം ദിവസവും വരും, അവരുമായിട്ട് സല്ലപിച്ച് കൂട്ടായ്മ ആചരിച്ച് ദൈവം തിരികെ പോകും. അങ്ങനെ ദുഃഖമോ രോഗമോ ഭാരമോ ഭിന്നതയോ ഞെരുക്കമോ ഒന്നുമില്ലാതെ വളരെ സ്വർഗീയമായ അനുഭവത്തിൽ ജീവിച്ചിരിക്കുന്ന കാലം. സാത്താൻ വന്നു. രണ്ട് നുണ. ഒന്ന്, ഇത് നിങ്ങൾ തിന്നാൽ നിങ്ങൾ ദൈവത്തെ പോലാവും. ഈ പഴം പറിച്ച് തിന്നാൽ. അപ്പോൾ ചെറിയ ഒരു പരീക്ഷയുള്ളൂ.
ഈ പഴം ഹവ്വയോട് ഇങ്ങനെ സംസാരിച്ചു. ഹവ്വ നോക്കിയപ്പോൾ കാണുവാൻ നല്ലത്, തിന്നാൽ രുചിയുള്ളത് പറിച്ചു തിന്നു, ഭർത്താവിനും കൊടുത്തു. തിന്നാലത്തെ ദോഷവും പറഞ്ഞു, തിന്നാതിരുന്നാലത്തെ അനുഗ്രഹവും അതിനകത്ത് കാണാം. ആ നുണ അവൾ വിശ്വസിച്ചു. ദൈവത്തെ പോലെ ആകും. ഇത്രയും വലിയ ഉയർച്ച വേറെ എവിടെ കിട്ടും? ഉദാഹരണത്തിന് ഇഷ്ടമുള്ള ഒരു രാജ്യത്തിൻ്റെ പേരെടുക്കുക. ആ രാജ്യത്ത് പോയാൽ 2-3 കൊല്ലം കൊണ്ട് ഇഷ്ടംപോലെ പൈസയാവും എന്നുള്ള ഒരു ചിന്ത പൊട്ടിമുളയ്ക്കുകയും അത് വളർന്ന് മരം പോലെ ആകുകയും ചെയ്യുമ്പോൾ എത്ര ലോൺ എടുത്താലും വേണ്ടില്ല, വീട്ടുകാരെത്ര കഷ്ടപ്പെട്ടാലും വേണ്ടില്ല, എന്തൊക്കെ പിന്നെ സംഭവിച്ചാലും വേണ്ടില്ല, പോവുക തന്നെ. എന്തോ എങ്ങോട്ടാ ഒരു പിടിയുമില്ല. ഒരു രാജ്യത്തേക്ക് പോവുകയാണ്, ആരോ പറഞ്ഞു കേട്ടത് പോവുകയാണ്. സ്വതന്ത്രം. പോകുന്നത് തെറ്റാണെന്നോ പോകരുതെന്നോ അങ്ങനെയുള്ള ഒരു കൂച്ചുവരം കിട്ടുകൊണ്ടല്ല ഞാൻ പറയുന്നത്. നുണ പറയുന്ന പ്രമോഷൻ, ഹൗവയ്ക്ക് കൊടുത്ത പ്രമോഷൻ, ദൈവത്തെ പോലെ ആകാമെന്നുള്ള പ്രമോഷൻ, അതിന് മുകളിലൊരു ഉയർച്ചയില്ല. ആ പ്രയോഗം യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. ഇതായി പറഞ്ഞു വന്നേ, ഇതെല്ലാം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന നിനക്ക് തരാം. സാത്താനെ ഏൽപ്പിക്കണമെങ്കിൽ ഇതിൻ്റെ ഉടമസ്ഥനെ ഏൽപ്പിക്കണ്ടേ? ഇതിൻ്റെ ഉടമസ്ഥൻ ദൈവമല്ലേ? അത്രയും പച്ച നുണ യേശുവിനോട് ഇവൻ പറഞ്ഞപ്പോൾ എന്നെ എങ്ങനെ വശീകരിക്കാമെന്നല്ലേ അവൻ്റെ ചിന്ത. ഞാൻ യേശുവിനേക്കാളൊക്കെ എത്രയോ 10,000 മടങ്ങ് താഴെയല്ലേ. ഇതല്ലേ മനുഷ്യൻ ഇന്ന് പറ്റിയിരിക്കുന്ന ചതിവ്. ഈ നുണ കേട്ടല്ലേ പോകുന്നേ ഓരോ കാര്യങ്ങളിലും. ഏത് വഞ്ചന നടത്താനും വശീകരണം ചെയ്യാനും താൽക്കാലിക നൈമിഷിക സുഖത്തിന് വേണ്ടി, പ്രമോദത്തിന് വേണ്ടി കാട്ടിക്കൂട്ടുന്ന കോലാഹലങ്ങളും വേഷങ്ങളൊക്കെ നമ്മളുടെ കാണാറും കേൾക്കാറുമില്ലേ. കേൾക്കുന്നവർ വിചാരിക്കും, അദ്ദേഹത്തിന് പ്രായമായ അദ്ദേഹത്തിന് ഇതൊക്കെ പറയാം. പിന്നെ ഞാനിങ്ങനെ പ്രായത്തോടെയാണല്ലോ ലോകത്തിലേക്ക് വന്നത്, ഈ പ്രായമൊന്നും കഴിയാതെ. സ്വോത്രം പറയുന്നത് മനസ്സിലാക്കുക. അങ്ങനെ ഏത് നുണയും വിശ്വസിപ്പിച്ച് കസ്റ്റഡിയിലാക്കുക എന്നുള്ളത് സാത്താൻ്റെ തുരുപ്പ് ചീട്ടാണ്. അവൻ നുണയനാണെന്ന് യേശു പറഞ്ഞിട്ടുമുണ്ട്. അവൻ കള്ളനും കവർച്ചക്കാരനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം കള്ളനും കവർച്ചക്കാരനും നുണയനുമായ ഇവൻ എന്നെ പ്രലോഭിപ്പിച്ചില്ലെങ്കിലല്ലേ അതിശയമുള്ളൂ. ഒരിക്കൽ അപ്പോസ്തലന്മാരായ 2 പേര് യേശുവിൻ്റെ കൂടെ സഞ്ചരിക്കുകയാണ്. അപ്പോൾ അവർ 3 പേരെ കൂടെ ഒരു സ്ഥലത്ത് ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ ആ ദേശക്കാർ ഇവരെ സ്വീകരിച്ചില്ല, അഥവാ അവരെ മാനിച്ചില്ല, ഉപദ്രവിച്ചൊന്നുമില്ല. അപ്പോൾ അതിൽ ശിഷ്യന്മാരിൽ ഒരാൾ യേശുവിനോട് ചോദിച്ചു, ഗുരു, ഏലിയാവ് ചെയ്തതുപോലെ ആകാശത്ത് തീ ഇറക്കി ഇവരെ ദഹിപ്പിച്ചു കളയട്ടെ എന്ന് ശിഷ്യൻ യേശുവിനോട് ചോദിച്ചു. യേശു എടുത്തടുത്താണ് പറഞ്ഞത്, എൻ്റെ ശിഷ്യന്മാരെ, നിങ്ങൾ ഏത് ആത്മാവിന് അധീനരാണെന്ന് നിങ്ങൾ അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ നിൽപ്പ് എൻ്റെ കൂടെയാണെങ്കിലും നിങ്ങൾ ഭരിക്കുന്ന ചിന്തയും അതിൻ്റെ പുറകിലെ വ്യാപാര ശക്തി എന്താണെന്ന് നിങ്ങൾ അറിയുന്നില്ല. ഇതാണ് നമ്മുടെ ഗതികേട്. ഇതാണ്. ഇത് ഞങ്ങൾ എന്ന് പറയുന്ന ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആൾക്കാരിലെല്ലാം ഈ വ്യാപാരത്തിൻ്റെ നല്ലൊരു ഭാഗം എപ്പോഴും ഉണ്ട്. അതിന് ബൈബിൾ കൊടുത്തിരിക്കുന്ന കാര്യം എങ്ങനെയാണ്? വിവേചിക്കുന്നവരായിരിക്കും. അത് എവിടെ നിന്ന് വന്നു, എങ്ങനെ വന്നു, എന്തിനു വന്നു? വിവേചിപ്പീൻ. എൻ്റെ സഹോദരങ്ങളെ, ഞാനിത് ആരംഭിച്ചിട്ടേ 63 കൊല്ലമായി. മുഴുവൻ സമയം ഫീൽഡിൽ ഇറങ്ങിയിട്ടേ 55 കൊല്ലമായി. അപ്പം ഞാനിത് നൂലേന്ന് വന്ന് പൊട്ടി വീണതൊന്നുമല്ല. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം മനസ്സിലാകുന്നുണ്ടോ?
സൃഷ്ടാവിനേക്കാൾ മറ്റെന്തോന്നിനെ ഞാൻ കണ്ണുവച്ചിട്ടുണ്ടോ അത് ദൈവത്തിൻ്റെ തിരുഹിതത്തിനും ദൈവമായിട്ടുള്ള ബന്ധത്തിനും നേരെ എതിരാണ്. അതുകൊണ്ട് ദൈവം അവരെ അവമാനരാഗങ്ങളിൽ ഏൽപ്പിച്ചു, ഇവരെ കൈവിട്ടു. ദൈവത്തെ ആരാധിക്കേണ്ട സമയവും വിധവും ആ അനുഗ്രഹവും കളഞ്ഞിട്ട് നുണയുടെ പിറകെ പോയി എന്ന് പറഞ്ഞാൽ സൃഷ്ടാവിനേക്കാൾ സൃഷ്ടിയെ ആരാധിച്ചു. ദൈവത്തിന് സഹിച്ചുകൂടാ. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന് 4-ാമത്തെ വാക്യം വേഗം വായിക്കും. ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്. മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴെ വെള്ളത്തിലെങ്കിലും ഉള്ള യാതൊന്നിന്റെ പ്രതിമയും അരുത്. ഒരു പ്രതിമയും അരുത്, വിഗ്രഹവും അരുത്. പിന്നെ അവയെ നമസ്കരിക്കുകയോ ചെയ്യരുത്. സേവിക്കുകയോ ചെയ്യരുത്. പിന്നെ നിന്റെ ദൈവമായ യഹോവയായ ഞാൻ തീഷ്ണതയുള്ള ദൈവം ആകുന്നു. എന്നെ പകയ്ക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം. പകയ്ക്കുക എന്ന് പറഞ്ഞാൽ വെറുക്കുക, ദോഷിക്കുക. എന്നെ വെറുക്കുന്നവരുടെ അല്ലെങ്കിൽ അകൃത്യം 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കുകയും. 4-ാമത്തെ തലമുറയാണ് രക്ഷപ്പെടാമെന്ന് വിചാരിക്കല്ലേ? അങ്ങനെ അവരും ആ തലമുറയിൽ അടുത്ത തലമുറയിൽ തന്നെ അരുത് അരുത് അരുത്. ആര് പറഞ്ഞു? അവിടെ വായിച്ചപ്പോൾ പറഞ്ഞു. ആരോട് പറഞ്ഞു? മോശയോട് പറഞ്ഞു. ആര് പറഞ്ഞു? ദൈവം പറഞ്ഞു. അരുത്. ഒരു വിഗ്രഹത്തെയും ബിംബത്തെയും പ്രതിമയെയും കുറിച്ച് ഈ പുസ്തകത്തെ താളുകളിൽ നിന്നുള്ള വായിച്ച് കേൾപ്പിക്കണം. ഇന്ന് വൈകുന്നേരം വരെ കേൾപ്പിക്കാനുണ്ട്, അല്ലെങ്കിൽ ഇന്ന് മണിക്കൂറുകൾ കേൾപ്പിക്കാനുണ്ട്. വിടട്ടെ. ദൈവം വിലക്കിയതിനെ, പാടില്ലെന്ന് പറഞ്ഞതിനെ, അങ്ങനെ ചലനാത്മകമല്ലാത്ത ഈ ബിംബത്തെ, വിഗ്രഹത്തെ, പ്രതിമയെ, സ്വരൂപത്തെ വണങ്ങരുത്, നമസ്കരിക്കരുത്, കൈകൂപ്പരുത്. അങ്ങനെ ചെയ്താൽ 4-ാമത്തെ തലമുറ വരെ അവൻ്റെ 4-ാമത്തെ തലമുറ, ഇനി ഓരോ തലമുറ അങ്ങനെ ചെയ്താൽ അങ്ങനെ 4-ാമത്തെ ഇത് സ്ഥിരം ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നന്മകളുടെ കൂമ്പാരമായ എബ്രായ ലേഖനം ഒന്ന് എടുക്കാമോ? നന്മകളുടെ കൂമ്പാരമായ 9-ാം അധ്യായം. ഈ അനുഗ്രഹത്തിൻ്റെ ചാലിൽ നിന്ന് മനുഷ്യൻ മാറി നടന്ന് ഇഷ്ടാനുസരണം അംഗീകരിച്ചു തരുന്ന ദൈവത്തെ ഉണ്ടാക്കി. അതിൻ്റെ മുമ്പിൽ വണങ്ങുന്ന, നമസ്കരിക്കുന്ന, ആരാധിക്കുന്ന കാര്യമാണ് പറഞ്ഞു വന്നത്. ഓക്കെ, ഓർക്കുക, പാപമാണ്, ശാപമാണ്, നാശമാണ്. പാപമാണ്, നാശമാണ്, ശാപമാണ്. അരുതെന്ന് പുസ്തകത്തിൽ പറഞ്ഞ കാര്യം ഞാൻ നിങ്ങളോട് പറയുകയാണ്. സ്തോത്രം. അപ്പോൾ നമുക്ക് ഇനി ആരാധന കാര്യം പറഞ്ഞല്ലോ. എങ്ങനെയാണ് ആരാധിക്കേണ്ടത്? എന്താണ് ആരാധന? അത് വിശദീകരിക്കുന്നില്ല. ആ 2 വാക്യം മാത്രം വായിച്ചു വിടുകയാണ്, വേഗം വിടുകയാണ്. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം. ന്യായപ്രമാണ കാലത്തിൽ ആയിരുന്നു. ന്യായപ്രമാണ കാലത്തിൽ നിന്ന് പൗലോസ്ലീഹ യേശുക്രിസ്തുവിനാൽ പിടിക്കപ്പെട്ട് ഈ ക്രിസ്തീയ ആചാരത്തിലേക്കും വിശ്വാസത്തിലേക്കും വന്നു കഴിഞ്ഞപ്പോൾ തൻ്റെ അവിടുത്തെ ആരാധനയും രീതിയും ഓർത്തപ്പോൾ താൻ അത് കുറിക്കുകയാണ്. ആ കുറിച്ച് വെച്ച ഒരു കുറിപ്പടിയാണ് വായിക്കാൻ പോകുന്നത്. കുറിപ്പടി എന്ന് പറഞ്ഞാൽ ബൈബിളിലെ ഒരു പ്രധാന പുസ്തകമായ ഫിലിപ്പിയ ലേഖനത്തിലെ 3-ാം അധ്യായം 3-ാം വാക്യം. നാമല്ലോ പരിച്ഛേദനക്കാർ, ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തുയേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ. പ്രശംസ യേശുക്രിസ്തുവിൽ, ആശ്രയം യേശുക്രിസ്തുവിൽ, ആരാധന പരിശുദ്ധാത്മാവിൽ. ഇതാണ് ആരാധന.
അദ്ദേഹം അത് സൂക്ഷ്മമായിട്ട് അനുഭവിച്ച് മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് കഴിഞ്ഞപ്പോൾ എഴുതുകയാണ്, ഒരു സഭയ്ക്ക് എഴുതുകയാണ്. ആ ഫിലിപ്പിയ സഭയോട് പറയുകയാണ്, ഇതല്ലോ ആരാധന. ആ ആരാധന സാത്താന് മുമ്പിൽ അടിയറ വെക്കാനല്ലേ സാത്താൻ യേശുവിനോട് പറഞ്ഞത്. അഥവാ ഏദൻ തോട്ടത്തിൽ തുടങ്ങിയ ഈ സൂത്രവിദ്യ, വ്യാജം, ഈ തന്ത്രം, ഈ വശീകരണം, ഈ വഞ്ചന, ഈ ചതിവ് ഇക്കാലത്തും ഏത് കാലത്തും അവിടുത്തെ എന്ന് പറഞ്ഞ സാത്താൻ്റെ കൈമുതലാണ്. പുറം കണ്ണുകൊണ്ട് കാണുന്നില്ല. ദൈവത്തെ വിശ്വസിക്കുന്നു എന്ന് പറയുന്നവർ പുറം കണ്ണുകൊണ്ട് ദൈവത്തെ കാണുന്നില്ല. സാത്താൻ്റെ മണ്ഡലവും ആത്മമണ്ഡലം തന്നെ. ദൈവവും ആത്മാവിലും ആത്മമണ്ഡലത്തിലും. യോഹന്നാൻ സുവിശേഷം 4:23 യേശു ഇങ്ങനെ പറഞ്ഞു, സ്ത്രീയെ എൻ്റെ വാക്ക് വിശ്വസിക്കുക. ദൈവത്തെ ആരാധിക്കുന്നത് മലയിലല്ല, ദൈവത്തെ ആരാധിക്കുന്നത് യെരുശലേമിലുമല്ല. യെരുശലേം എന്ന് പറയുന്നത് പുണ്യസ്ഥലമായിട്ടും വിശേഷാൽ യഹൂദന്മാരുടെ ആരാധനാ കേന്ദ്രമായിട്ടുള്ള സ്ഥലം. മലയിൽ ആരാധിക്കുക എന്ന് പറയുന്നത് വിജാതീയരുടെയും സൗകര്യാർത്ഥമുള്ള ആരാധന. സ്ത്രീയെ എൻ്റെ വാക്ക് വിശ്വസിക്കുക. നീ ദൈവത്തെ ആരാധിക്കുന്നത് ആ മലയിലുമല്ല യെരുശലേമിലുമല്ല. നിങ്ങൾ നാഴിക വന്നിരിക്കുന്നു, ഇപ്പോൾ വന്നിരിക്കുന്നു. ദൈവത്തെ ആരാധിക്കുന്നവർ ഇങ്ങനെയുള്ളവരായിരിക്കണം ദൈവം ഇച്ഛിക്കുന്നു. ദൈവത്തെ ആരാധിക്കുന്നവർ ദൈവാത്മാവാകുന്നു. ദൈവത്തെ ആരാധിക്കുന്നവർ ആത്മാവിനും സത്യത്തിലും ആരാധിക്കണം. ആരാധനയ്ക്ക് ആരാധകർക്ക് പ്രാഗൽഭ്യം ഉണ്ടായിരിക്കണം, വിശുദ്ധ ജീവിതം ഉണ്ടായിരിക്കണം. ഇഷ്ടം പോലെ നടന്ന്, ഇഷ്ടം പോലെ ചെയ്ത്, ഇഷ്ടം പോലെ പ്രവർത്തിച്ച്, ഇഷ്ടം പോലെ പറഞ്ഞ് പള്ളിയിൽ പോയി തല കാണിച്ചാൽ അത് ആരാധനയല്ല. ദൈവം ശ്രദ്ധിക്കാത്തതുകൊണ്ട് സാരമില്ല. കൃപായുഗം ഫ്രീ കാലമായതുകൊണ്ടാണ്. ഇതിലെല്ലാത്തിൻ്റെയും കൂടെ ഒരുമിച്ചുള്ളൊരു പിടുത്തം വരുന്നുണ്ട്. ന്യായവിധി വരുന്നുണ്ട്. എന്നോട് പബ്ലിക്കിലുള്ള ജനത്തോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ പരിശുദ്ധാത്മാവ് ശക്തമായി പ്രബോധിപ്പിച്ചുകൊണ്ട് പറയുകയാണിത്. അതുകൊണ്ട് ഇവിടെ പറഞ്ഞു വന്ന കാര്യം, സൃഷ്ടാവിനേക്കാൾ മറ്റാരും ആരാധനയ്ക്ക് യോഗ്യരല്ല. ആ ആരാധന പരിശുദ്ധാത്മാവിലായിരിക്കണം. ആ ആരാധന സത്യത്തിലായിരിക്കണം. അപ്പോൾ അതില്ലെങ്കിൽ സമയം വേസ്റ്റാണ്. നമ്പർ 1. നമ്പർ 2, അത് ദൈവത്തിൻ്റെ ന്യായവിധിക്ക് മുഖാന്തരമാണ്. അറിഞ്ഞില്ലെങ്കിൽ അറിഞ്ഞില്ലായിരുന്നു പറയായിരുന്നു. അറിഞ്ഞല്ലോ, അറിയിച്ചല്ലോ. അതിനല്ലോ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞത്, 5 വിഭാഗം ആൾക്കാരെ ഒറ്റ ആവശ്യത്തിന് വേണ്ടിയെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ശിക്ഷകണം എന്ന പോലെ, ദൈവത്തിന് വേണ്ടി മാത്രം നിൽക്കുന്നവരായിട്ടെന്ന പോലെ ആക്കി വെച്ചിരിക്കുന്ന ആൾക്കാരാണ് അപ്പോസ്തലന്മാർ, സുവിശേഷകന്മാർ, പ്രവാചകന്മാർ, ഇടയന്മാർ, ഉപദേഷ്ടാക്കന്മാർ. അവരെ നിയമിച്ചു വെച്ചിരിക്കുന്നു. കാര്യങ്ങൾ അവർ പറയും. ഇസ്രായേൽ ജനത്തിന് വേണ്ടി ദൈവം നിയമിച്ചു വെച്ച് മോശ കാര്യം പറയും. മോശ ദൈവസ്ഥനിരുന്ന് പ്രാപിക്കും, ദൈവത്തിൻ്റെ ആലോചന കേൾക്കും, ജനത്തെ അറിയിക്കും, ജനം അതനുസരിക്കണം. എന്നതുപോലെ പുതിയ നിയമകാലത്ത് അതിൻ്റെ പിന്തുടർച്ചയല്ല. അപ്പോൾ തന്നെ ഈ ഫ്രീ കാലഘട്ടത്തെക്കുറിച്ച്, ഈ കൃപായുഗം ഫ്രീ കാലഘട്ടം എന്നാകുന്ന ഈ കാലഘട്ടത്തെക്കുറിച്ച് ജനത്തെ പറഞ്ഞ് മനസ്സിലാക്കി അവരെ ശരിയായ വഴിയിലേക്ക് തിരിച്ചുവിട്ട് ദൈവരാജ്യത്തിന് വേണ്ടി അവരെ വേർതിരിക്കാനായിട്ടുള്ള ശുശ്രൂഷയുടെ പങ്കാളികൾ, പകരക്കാർ, അവൻ്റെ പ്രതിനിധികൾ, അവൻ്റെ ആലോചനാ സഭയിൽ നിൽക്കുന്നവർ ആകയാൽ ഈ നിയമനം ഞങ്ങൾ വല്ല വിധത്തിലും പൂർത്തീകരിച്ചോട്ടെ. ഞങ്ങളോട് നിങ്ങൾ പെശകണ്ട, പിണങ്ങണ്ട. ഞങ്ങളോട് നിങ്ങൾ ഏതെങ്കിലും വിധത്തിൽ അതൃപ്തിയോ അലർജിയോ തോന്നണ്ട എന്ന് പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടട്ടെ. ഇവിടെ പറഞ്ഞത് സത്യത്തിനും ആത്മാവിലുള്ള ആരാധന. കർത്താവ് സഹായിക്കട്ടെ. യിരെമ്യാ പ്രവചനം 5-ാം അധ്യായത്തിൻ്റെ 31-ാമത്തെ വാക്യം. 31. പ്രവാചകന്മാർ വ്യാജമായി പ്രവചിക്കുന്നു. ശ്രദ്ധിച്ചോളി, പ്രവാചകന്മാർ വ്യാജമായി പ്രവചിക്കുന്നു. പുരോഹിതന്മാരും അവരോട് ഒരു കൈയായി നിന്ന് അധികാരം നടത്തുന്നു.
പുരോഹിതന്മാർ അവരോട് ഒരു കൈയായി അധികാരം നടത്തുന്നു. എന്റെ ജനത്തിനോ അത് ഇഷ്ടമാകുന്നു. എന്റെ ജനത്തിനോ അത് ഇഷ്ടമാകുന്നു. എന്നാൽ ഒടുക്കം നിങ്ങൾ എന്തു ചെയ്യും? ഒടുക്കം നിങ്ങൾ എന്ത് ചെയ്യും? പുകവലിക്കുന്നവർക്ക് പുകവലിക്കാം, മോഷ്ടിക്കുന്നവർക്ക് മോഷ്ടിക്കാം, മദ്യപിക്കുന്നവർക്ക് മദ്യപിക്കാം. ലോകത്തിലെ മറ്റ് ഏതെല്ലാം ദുർമാർഗങ്ങളുണ്ടോ അതിലൊക്കെയും ഇടപെടാം. പ്രവാചകന്മാർ വ്യാജമായി പ്രവചിക്കുന്നു. പുരോഹിതന്മാർ അവരോട് ഒരു കൈയായി അധികാരം നടത്തുന്നു. എൻ്റെ ജനത്തിന് ഇഷ്ടമാകുന്നു. ഒടുക്കം നിങ്ങൾ എന്ത് ചെയ്യും? അങ്ങനെ ഒടുക്കമുണ്ട്. ആ ഒടുക്കത്തിൻ്റെ പേരാണ് ദൈവത്തിൻ്റെ ദിവസം, കർത്താവിൻ്റെ നാൾ. കർത്താവിൻ്റെ നാൾ വരും. വെളിപ്പാട് 20:12-15. മരിച്ചവർ ആബാലവൃദ്ധം സിംഹാസനത്തിൽ മുമ്പിൽ നിൽക്കുന്നതും കണ്ടു. മരിച്ചവരെല്ലാം ഒരു ദിവസം സിംഹാസനത്തിന് മുമ്പിൽ വരും. എല്ലാവരും വരും. ചെറിയവരും വലിയവരും ഉന്നതന്മാരും താണവരും എല്ലാവരും വരും. സ്ത്രീകൾ വരും, പുരുഷന്മാർ വരും, എല്ലാവരും വരും. എല്ലാവരും സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നത് യോഹന്നാൻ അപ്പോസ്തലനെ പിതാവാം ദൈവം യേശു ക്രിസ്തുവിൽ കൂടെ കാണിച്ചു കൊടുത്തു. വായിച്ചാട്ടെ. പുസ്തകങ്ങൾ തുറന്നു. പുസ്തകങ്ങൾ തുറന്നു. അവിടെ പുസ്തകങ്ങൾ തുറക്കും. ഈ കാട്ടിക്കൂട്ടിയതെല്ലാം അവിടെ തുറക്കപ്പെടും. ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും ജീവന്റെ പുസ്തകം വേറൊരു പുസ്തകം ഉണ്ട്, അതും തുറക്കും. പുസ്തകങ്ങളിൽ എഴുതിയിരുന്നതിന് ഒത്തവണ്ണം. അപ്പൊ പുസ്തകങ്ങൾ എഴുതിയിരുന്നതിന് ഒത്തവണ്ണം. ഇവിടെ പറയുന്നതെല്ലാം ഒരു ടേപ്പിൽ ഇപ്പൊ പിടിക്കാമെങ്കിൽ, അല്ലെങ്കിൽ ഒരു മൊബൈൽ മതിയിൽ അത് പിടിക്കാമെങ്കിൽ, ഇതെല്ലാം കുറിച്ച് വെച്ചിട്ടുണ്ടല്ലോ ദൈവത്തിന്റെ ഫയല്. എഴുതിയിരുന്നതിന് ഒത്തവണ്ണം പറഞ്ഞാട്ടെ. മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്കടുത്ത ന്യായവിധി. മരിച്ചവർക്ക് ജീവിച്ചിരുന്നപ്പോ ചെയ്തതിനൊത്തവണ്ണം ന്യായവിധി ഉണ്ടായി. എന്നിട്ട് ആരെങ്കിലും രക്ഷപ്പെട്ടോ? വായിച്ചേ. സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. വെള്ളത്തിൽ ചാടി മരിച്ചവരെല്ലാം വെള്ളം ഏൽപ്പിച്ചു കൊടുത്തു. പിന്നെ മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. എല്ലാരും പാതാളത്തിലേക്കാണ് പോകുന്നത്. പാതാളം ഏൽപ്പിച്ചു കൊടുത്തു, മരിച്ചവരെല്ലാം ഏൽപ്പിച്ചു കൊടുത്തു. പിന്നെ ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തികൾക്കടുത്ത വിധിയുണ്ടായി. ഓരോരുത്തർക്ക് അവരവരുടെ പ്രവൃത്തികൾക്കടുത്ത വിധിയുണ്ടായി. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. മരണവും പാതാളവും കൊണ്ടുപോയവരെ എല്ലാവരെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. പിന്നെ ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. രണ്ടാമത്തെ മരണം. ഒന്ന് ജനിച്ചാൽ രണ്ട് മരിക്കും, രണ്ട് ജനിച്ചാൽ ഒന്നേ മരിക്കത്തുള്ളൂ. രണ്ട് ജനനം. നിക്കോദെമോസിനോട് ചോദിച്ചാൽ അദ്ദേഹം പറഞ്ഞു തരും. യോഹന്നാൻ സുവിശേഷം 3 അദ്ദേഹം പറഞ്ഞു തരും. രണ്ട് ജനനം എന്ന് പറയുന്നത്, ഒന്ന് അമ്മയുടെ ഉദരത്തിൽ നിന്നുള്ള ജനനം, മറ്റൊന്ന് ദൈവത്തിന്റെ ആത്മാവിൽ ഉയരത്തിൽ നിന്നുള്ള ജനനം. ഉദരത്തിൽ നിന്ന് അമ്മയിൽ നിന്ന്, ഉയരത്തിൽ നിന്ന് ദൈവത്തിൽ നിന്ന്. ഈ രണ്ട് ജനിച്ചാൽ ഒന്നേ മരിക്കത്തുള്ളൂ. ഈ പുസ്തകത്തിൽ പേരുള്ളതുകൊണ്ട് അവനെ തീപ്പൊയ്കയിലേക്ക് വിടുകയില്ല. ഒറ്റയാളും ഒറ്റ വിശുദ്ധന്മാരും തീപ്പൊയ്കയിലേക്ക് പോകത്തില്ല. ന്യായവിധിയില്ല. യോഹന്നാൻ 3:18 എഴുതിയിട്ടുണ്ട്, കർത്താവ് വിശ്വസിക്കുന്ന ആർക്കും ന്യായവിധി ഇല്ലെന്ന് ദൈവം പറഞ്ഞ ഇല്ല. അതുകൊണ്ട് അവസാനിപ്പിക്കട്ടെ. എന്താണ് പറഞ്ഞു വന്നത്? സൃഷ്ടാവിനേക്കാൾ അതോ സൃഷ്ടിച്ചവനേക്കാൾ മറ്റെന്തോന്നിനെ ആരാധിക്കുന്നതും പാപമാണ്, പ്ലസ് ശാപമാണ്, പ്ലസ് നാശമാണ്, പ്ലസ് ന്യായവിധിയിലേക്കാണ്. അറിയാതിരിക്കരുത്. തലമുറ കൈമാറി വന്നിരിക്കാതെ. ഇനി ഒരു 10,000 തലമുറ കഴിഞ്ഞാലും ഇതിങ്ങനെ മാറി വന്നുകൊണ്ടേയിരിക്കും. ഈ ദൈവങ്ങളുടെ എണ്ണം പെരുകിക്കൊണ്ടിരിക്കും. എന്നാൽ അത് ചലിക്കുന്ന, അനങ്ങുന്ന, ശ്വാസോച്ഛ്വാസമുള്ള വസ്തു അല്ലല്ലോ. ശരി, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. സ്വർഗീയ പിതാവേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന് ഈ വചനം ഈ ജനത്തെ കേൾപ്പിക്കുവാൻ എളിയവരെ ഒരുക്കിയതിനായിട്ട് അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവെ, ഇത് വിശദമായി വിശദീകരിച്ചും പറയേണ്ടതാണെങ്കിലും ആ കുറഞ്ഞ സമയത്തിനുള്ള സാധ്യമല്ലല്ലോ. അതുകൊണ്ട് പ്രസക്തമായ കാര്യങ്ങൾ മാത്രം അങ്ങയുടെ ലോകത്തെ അറിയിച്ച്, ജനത്തെ അറിയിച്ച്, കേൾപ്പിച്ച സന്ദേശത്തെ അങ്ങ് അനുഗ്രഹിച്ച് അനേകായിരങ്ങളെ സത്യത്തിലേക്കും ദൈവത്തിങ്കിലേക്കും വഴിതിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ആരെയും നാശത്തിലും നരകത്തിലും നിത്യാഗ്നിയിലേക്കും വിടല്ലേ എന്ന് അപേക്ഷിക്കുന്നു. സ്വന്തം ജനത്തെ ചേർക്കാൻ വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ ധന്യമായ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.